നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ആദ്യമായി BJPക്ക് ഭരണം കിട്ടിയ നഗരസഭ. എന്നാൽ തിരുവനന്തപുരം മേയർ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കങ്ങൾ. മേയർ സ്ഥാനത്തേക്ക് സംസ്ഥാന നേതൃത്വം കരുതി വച്ചിരുന്ന ഒരു പേരുണ്ട്, ആർ ശ്രീലേഖ IPS. എന്നാൽ അവസാന നിമിഷം ആ പേര് വെട്ടപ്പെട്ടു. അതിന് പിന്നിൽ ചില അട്ടിമറികളുണ്ട് എന്ന് ശ്രീലേഖ വിശ്വസിക്കുന്നു. മറുവശത്ത് VV രാജേഷിനെ ചുമലിലേറ്റി നൃത്തം ചെയ്യുകയാണ് തലസ്ഥാനത്തെ BJP പ്രവർത്തകർ. പാർട്ടി അണികളിൽ വലിയ ഉത്സവ പ്രതീതി. തിരുവനന്തപുരം ശാസ്തമംഗലം വാർഡിൽ ആർ ശ്രീലേഖ IPSനെ മത്സരിപ്പിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവർക്കൊരു വാക്കുകൊടുത്തു. തീർച്ചയായും നിങ്ങളൊരു മേയർ സ്ഥാനാർത്ഥി തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ മനസ്സിൽ ഒരു വ്യക്തമായ ധാരണയുണ്ട്. ശ്രീലേഖ IPSനെ തിരുവനന്തപുരം നഗരസഭ മേയറാക്കിയാൽ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൂടുതൽ അംഗീകാരം കേരളത്തിൽ ലഭിക്കും. മികച്ച വ്യക്തിത്വമുള്ളവരെ കണ്ടെത്തി ഭരണ നേതൃത്വം ഏൽപ്പിക്കുന്ന പാർട്ടി എന്ന ഖ്യാതി കേരളത്തിലുണ്ടാകും. എന്നാൽ മറുവശത്ത് BJP പ്രവർത്തകരെ സംബന്ധിച്ച് മറ്റൊരു വികാരം അവർക്കിടയിൽ അലതല്ലി. യാതൊരുവിധ ഭരണപ്രതീക്ഷകളും ഇല്ലാതിരുന്ന വലിയൊരു കാലഘട്ടം തിരുവനന്തപുരം പോലൊരു മേഖലയിൽ പ്രവർത്തിച്ച പാർട്ടി നേതൃത്വത്തെ മറക്കരുത്. നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തയാളാണ് VV രാജേഷ് എന്ന് പാർട്ടി പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് K സുരേന്ദ്രനെ പോലെയുള്ള വാദങ്ങൾക്ക് കൂടുതൽ ശക്തി കിട്ടിയതും. VV രാജേഷിനെ പോലൊരാളെ മേയർ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പാർട്ടി അണികളിൽ നിരാശ പടരുമെന്ന് ഒരു വിഭാഗം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കുന്നു. നേമം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനൊരുങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തെ BJP പ്രവർത്തകർ പിണങ്ങിയാൽ അദ്ദേഹത്തിന് അത് ദോഷം ചെയ്യും. എങ്കിലും രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖ IPSനെ മേയറാക്കാൻ ആഗ്രഹിച്ചു. ആർ ശ്രീലേഖ മേയർ സ്ഥാനത്തേക്ക് വന്നാൽ വലിയൊരു സന്ദേശമാണത് കേരളത്തിന് നൽകുക. ഈ വാദത്തിൽ രാജീവ് ചന്ദ്രശേഖർ തുടർച്ചയായി ഉറച്ചു നിന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ രാഷ്ട്രീയ വഴക്കമുള്ള ഒരാളെ മേയറാക്കിയില്ല എങ്കിൽ പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങളിലും പ്രവർത്തകരുടെ ആവേശത്തെ ബാധിക്കും എന്ന് K സുരേന്ദ്രനും V മുരളീധരനും ആവർത്തിച്ചു വാദിച്ചു. ഇക്കാര്യം ഇരുവരും ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ K സുരേന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. VV രാജേഷിന്റെയും ആർ ശ്രീലേഖയുടെയും പേര് ഒരുമിച്ചായിരുന്നു ചർച്ചകളിൽ ഉയർന്നത്. എന്നാൽ ഡിസംബർ 24-ാം തീയതി വൈകുന്നേരം VV രാജേഷിനെ പൂർണ്ണമായി ഒഴിവാക്കിയെന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ പരന്നു. 25-ാം തീയതി പുലർച്ചെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആർ ശ്രീലേഖ മേയറാകുന്നുവെന്ന്. ഇതോടെ 50 കൗൺസിലർമാരുടെയും അഭിപ്രായം തേടിയതിനു ശേഷമാകും അന്തിമ തീരുമാനമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നു. അതിന്റെ ചുമതലയേൽപ്പിച്ചവർ ജനറൽ സെക്രട്ടറി S സുരേഷ്, വൈസ് പ്രസിഡന്റ് K സോമൻ, സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജെയിൻ എന്നിവരടങ്ങിയ ഒരു സമിതിയെ. കൗൺസിലർമാരുടെ അഭിപ്രായം തേടാൻ ഇവരെ നിയോഗിച്ചു. കൗൺസിലർമാരെ വിളിച്ച് ഈ സമിതി ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ മനസ്സിൽ ഒരു പേരുണ്ട്. ആ പേരിന് നിങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമോ? ഇത്തരമൊരു അഭിപ്രായം കൗൺസിലർമാരോട് തേടിയപ്പോൾ അവർ അപകടം പണത്തു. രാജീവ് ചന്ദ്രശേഖറിന്റെ മനസ്സിൽ ശ്രീലേഖ IPS ആണ് എന്നവർക്ക് വ്യക്തതയോടെ അറിയാം. ഇതോടെ കൗൺസിലർമാർ K സുരേന്ദ്രനുമായും V മുരളീധരനുമായും ബന്ധപ്പെട്ടു. ഇത്തരമൊരു തീരുമാനത്തിന് സംസ്ഥാന പ്രസിഡന്റിന് അനുമതി കൊടുത്താൽ അത് അപകടമാണ് എന്നവർ ധരിപ്പിച്ചു. ഇതേ തുടർന്ന് V മുരളീധരൻ അടക്കമുള്ളവർ RSS നേതൃത്വവുമായി ബന്ധപ്പെട്ടു. VV രാജേഷിനെതിരെയുള്ള ഒരു നീക്കമായി ഇത് ചിത്രീകരിക്കപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖർ VV രാജേഷിന്റെ പേര് വെട്ടാനുള്ള ഒരുക്കത്തിലാണ് എന്ന വാർത്ത പെട്ടെന്ന് തന്നെ പരന്നു. ആർ ശ്രീലേഖ എന്ന ഒറ്റ പേര് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ എത്തിക്കാനുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ തന്ത്രമായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തിയിരുന്നു. കേന്ദ്ര നേതൃത്വവുമായി ചർച്ചകൾ തുടങ്ങി. എന്നാൽ അതിനിടയിൽ കേരളത്തിലെ RSS നേതൃത്വം ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടു. VV രാജേഷിനെ തന്നെ മേയറാക്കണം എന്ന RSS നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ വെച്ചതോടെ രാജീവ് ചന്ദ്രശേഖർ നിസ്സംഗനായി. ഏതുപേരും തനിക്ക് സ്വീകാര്യമെന്ന മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖർ RSS നേതൃത്വത്തിന് നൽകിയത്. മറുവശത്ത് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ നിരവധി അഭ്യർത്ഥനകൾ അപ്പോൾ നിരന്നിരുന്നു. RSSന്റെ ദേശീയ നേതൃത്വവുമായി കേരള ഘടകം ബന്ധപ്പെട്ടു. അവർ അമിത്ഷായുടെ മുന്നിലും ഇത്തരമൊരാവശ്യം ഉന്നയിച്ചു.
തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കും എന്ന പ്രതീതി ഉണർത്തി BJP ഏറെ പ്രവർത്തനങ്ങളുമായി തുടക്കത്തിൽ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ പ്രചരണത്തിന്റെ തുടക്കത്തിൽ BJP സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിച്ച 2 പേരുടെ ആത്മഹത്യകൾ അത് പാർട്ടിയെ തളർത്തി. തുടർന്ന് RSS കളത്തിലിറങ്ങിയാണ് BJPയുടെ വിജയം ഉറപ്പിച്ചത്. തിരുവനന്തപുരത്ത് RSS ഓരോ വാർഡുകളിലും ശക്തമായി യൂണിറ്റുകളെ വിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ആവട്ടെ RSSന്റെ ഏറെ പ്രിയപ്പെട്ടവനും. എങ്കിലും തനിക്ക് ഭിന്നമായി മറ്റൊരഭിപ്രായം RSS ഉയർത്തിയതോടെ രാജീവ് ചന്ദ്രശേഖർ അതിന് വഴങ്ങി. 3 കാരണങ്ങളാണ് ഇത്തരമൊരു വാദം ഉയർത്തിയവർ രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ നിരത്തിയത്. 1. കഴിഞ്ഞ തവണ തിരുവനന്തപുരം നഗരസഭ ഭരിച്ചത് ഒരു വനിതയാണ്. ഇത്തവണയും വനിത ഭരിച്ചാൽ അടുത്ത തവണ വീണ്ടും വനിതാ സംവരണമുണ്ടാകും. തുടർച്ചയായി 15 വർഷം തിരുവനന്തപുരം നഗരസഭയിൽ ഒരു വനിതാ മേയർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. മറുവശത്ത് ജനറൽ സീറ്റിൽ ഇക്കുറി ആരെ വേണമെങ്കിലും നമുക്ക് മേയറാക്കാം. അടുത്ത തവണ വനിതാ സംവരണമായി പോകും എന്നത് മറ്റൊരു പരിമിതിയാകും BJPക്ക്. ഈ വാദത്തിന് കൂടുതൽ സ്വീകാര്യത കിട്ടി. മറുവശത്ത് ശ്രീലേഖയെ ചൊല്ലി മറ്റു ചില വാദങ്ങൾ ചിലർ നിരത്തി. ശ്രീലേഖ ഒരു തന്നിഷ്ടക്കാരിയാണ് എന്ന മട്ടിലുള്ള വാദമാണത്. ശ്രീലേഖ പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ വലിയ തന്നിഷ്ടത്തോടെ പ്രവർത്തിച്ചയാളാണ്. തിരുവനന്തപുരം നഗരസഭയുടെ മേയറായാൽ BJPയുടെ വരുതിക്ക് നിന്നില്ലെങ്കിലോ അത് പിന്നീട് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും. ശ്രീലേഖയെപ്പോലൊരു സെലിബ്രിറ്റിക്ക് ഇത്തരമൊരു സ്ഥാനം BJPക്ക് കൈവന്നപ്പോൾ വച്ചുമാറിയാൽ അത് പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ മനോവീര്യം കെടുത്തുമെന്ന വാദം. ഈ 3 വാദങ്ങൾ ഉയർത്തിയാണ് RSS ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. എന്നാൽ മറുവശത്ത് ശ്രീലേഖ അപ്പോഴേക്കും വലിയ നിരാശയിലായി. തന്നെ മേയറാക്കും എന്ന വാഗ്ദാനം വിശ്വസിച്ചാണ് ശാസ്തമംഗലത്ത് വാർഡിൽ മത്സരിക്കാനിറങ്ങിയത് ശ്രീലേഖ. കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ ശ്രീലേഖ ഇരിപ്പിടമില്ലാതെ പിൻനിരയിലേക്ക് മാറാൻ ശ്രമിച്ചു. ഉടൻ തന്നെ മറ്റുള്ളവർ ഇടപെട്ട് നിയുക്ത ഡെപ്യൂട്ടി മേയർ GS ആശാനാഥിന് സമീപം അവരെ കൊണ്ടുചെന്നിരുത്തി. പക്ഷെ മുഖത്ത് അത് പ്രകടമായിരുന്നു, വലിയ നിരാശ. മേയറായി VV രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെ ശ്രീലേഖ കൗൺസിൽ ഹാൾ വിട്ട് പുറത്തേക്ക് പോയി. ഒരു പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാനാണ് പോകുന്നത് എന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റ് കൗൺസിലർമാരോട് പറഞ്ഞു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വീണ്ടും ശ്രീലേഖ തിരിച്ചെത്തി. എന്നാൽ അതൃപ്തി വ്യക്തമാക്കുന്ന മുഖഭാവം. അപകടപ്പെടുത്ത BJP നേതാക്കൾ VV രാജേഷിനോടും ആശാനാഥിനോടും പറഞ്ഞു എത്രയും പെട്ടെന്ന് ശ്രീലേഖയെ കണ്ട് എല്ലാം ഒന്ന് സംസാരിച്ചൊതുക്കാൻ. അങ്ങനെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ സ്വീകരണത്തിന് ശേഷം മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും നേരെ പോയത് ശ്രീലേഖയുടെ വീട്ടിലേക്ക്. പ്രതിഷേധത്തിൻ്റെയൊക്കെ മഞ്ഞുരുക്കി ഒപ്പം നിർത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ രാജേഷിനോടും ആശാനാഥിനോടും ഒന്നും പറഞ്ഞില്ല ശ്രീലേഖ, ആശംസകൾ മാത്രം പറഞ്ഞു. മുൻ DGP ശ്രീലേഖ ഇതിനിടയിൽ രാജിക്കൊരുങ്ങുന്നു എന്ന വാർത്തകൾ തലസ്ഥാനത്ത് പരന്നു. ഇതോടെ BJP നേതൃത്വം ആകെ അങ്കലാപ്പിലായി. പെട്ടെന്ന് തന്നെ ഉന്നത നേതാക്കൾ അവരുമായി ബന്ധപ്പെട്ടു. ശ്രീലേഖയ്ക്ക് വലിയ ചില ഓഫറുകൾ തങ്ങൾ കാത്തുവച്ചിട്ടുണ്ടെന്നാണ് നേതാക്കൾ അവരെ അറിയിച്ചത്. പാർട്ടിയുടെ ഭാരവാഹി സ്ഥാനമല്ല, അതിലപ്പുറം ഏതെങ്കിലും ഒരു പദവിയിലേക്ക് അവരെ പരിഗണിക്കുമെന്ന സൂചനയും പാർട്ടി നേതൃത്വം നൽകി. തലസ്ഥാനത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ സ്വീകരിക്കാൻ മേയറായി താനുമുണ്ടാകും എന്ന് വിശ്വസിച്ചിരുന്ന ശ്രീലേഖയ്ക്കാണ് ഇവിടെ കാര്യങ്ങൾ പിഴച്ചത്. കണക്കുകൂട്ടലുകൾ പിഴച്ച ശ്രീലേഖ വലിയ നിരാശയിലേക്ക് കടന്നു. 2024 ഒക്ടോബറിൽ മാത്രമാണ് ശ്രീലേഖ BJPയിൽ ചേർന്നത്. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായതിനു ശേഷം നടന്ന പുനഃസംഘടനയിൽ അവരെ വൈസ് പ്രസിഡന്റുമാക്കി. രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ പ്രവർത്തന പാരമ്പര്യമുള്ളയാൾ മേയറായാൽ മതി എന്നതാണ് തലസ്ഥാനത്തെ BJP പ്രവർത്തകരുടെ അഭിലാഷം. ഒരൊറ്റ വർഷം മാത്രം BJP പരിചയമുള്ളയാളെ പെട്ടെന്ന് മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിയാൽ അത് അപകടമുണ്ടാക്കുമെന്ന് തിരുവനന്തപുരത്തെ ചില ജില്ലാ നേതാക്കളും രാജീവ് ചന്ദ്രശേഖരോട് നേരത്തെ പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് വിജയസാധ്യതയുള്ള വട്ടിയൂർക്കാവ് മണ്ഡലം ശ്രീലേഖയ്ക്ക് നൽകണമെന്ന അഭിപ്രായം ശക്തമാവുകയാണ്. പക്ഷേ അങ്ങനെ വന്നാൽ പിന്നീട് ശാസ്തമംഗലത്ത് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFും UDFും ഒക്കെ ഒരുമിച്ച് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാൽ കോർപ്പറേഷൻ ഭരണം തന്നെ പോകുമെന്ന ഘട്ടത്തിലെത്തും. ഇതും പാർട്ടിയിൽ അങ്കലാപ്പുണ്ടാക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പാർട്ടി പ്രഖ്യാപിച്ചിരുന്നുവെന്നാണ് ശ്രീലേഖ അടുപ്പമുള്ളവരോട് പറയുന്നത്. വലിയ ചതിവാണ് തന്നോട് പാർട്ടി കാട്ടിയത്. ശ്രീലേഖയുടെ അതൃപ്തി പരിഗണിച്ച് BJP കേന്ദ്ര നേതൃത്വം അടിയന്തരമായ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു.
മുതിർന്ന കേന്ദ്ര നേതാക്കൾ നേരിട്ട് ശ്രീലേഖയെ ഫോണിൽ വിളിച്ചു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയുടെ മുഖമായിരുന്നു ശ്രീലേഖ എന്ന് കേന്ദ്ര നേതാക്കളും അംഗീകരിക്കുന്നുണ്ട്. ശ്രീലേഖ ഏതെങ്കിലും തലത്തിലൊരു അതൃപ്തി പ്രകടിപ്പിച്ചാൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കിടയിൽ അതൊരു തെറ്റായ സന്ദേശം നൽകും. ശശി തരൂരിനെ പോലൊരാളെ ജയിപ്പിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. അഭ്യസ്തവിദ്യരായ പൊതുപ്രവർത്തന രംഗത്ത് പ്രത്യേക മാതൃകയുള്ള ആളുകളെ അംഗീകരിക്കുന്ന ഒരിടം. ശ്രീലേഖയെപ്പോലൊരാളെ ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നീട് സ്ഥാനം കൊടുക്കാതെ അധിക്ഷേപിച്ചുവെന്നൊക്കെ തലസ്ഥാനവാസികൾക്കിടയിൽ ഒരു ചിത്രം പകർന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് ഒരു നെഗറ്റീവാകും എന്ന വികാരവും കത്തിപ്പടരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ശ്രീലേഖയെ ഒന്ന് സമാധാനപ്പെടുത്തണം. വമ്പൻ വാഗ്ദാനങ്ങളാണ് അവർക്ക് മുന്നിൽ നിരത്തുന്നത്. കേന്ദ്രതലത്തിൽ ഏതെങ്കിലും സുപ്രധാനമായ ഉത്തരവാദിത്തങ്ങൾ നൽകി അവരെ സജീവമായി പാർട്ടിയിൽ നിലനിർത്താനുള്ള തന്ത്രങ്ങളും കേന്ദ്ര നേതൃത്വം ആവിഷ്കരിക്കുന്നു. ഇത്രയധികം സമ്മർദ്ദം ശ്രീലേഖയ്ക്ക് മേൽ ചെലുത്തിയിട്ടും അവർ അതൃപ്തിയിലാണ്. പുതിയ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമൊന്നും ഒരാശംസയും അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടില്ല. 1987 IPS നേടിയവർ കേരള കേഡറിലെ ആദ്യ വനിതാ IPS ഓഫീസറാണ്. തിരുവനന്തപുരത്ത് പ്രൊഫസർ N. വേലായുധൻ നായരുടെയും B. രാധമ്മയുടെയും മകളായി 1960 ഡിസംബർ 25-നാണ് ശ്രീലേഖ ജനിച്ചത്. തിരുവനന്തപുരം ഗവൺമെന്റ് കോട്ടൺ ഹിൽ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും കേരള സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും. പിന്നീട് അവർ ഇഗ്നോയിൽ നിന്നൊരു MBA കൂടി കരസ്ഥമാക്കി. ആദ്യത്തെ വനിതാ IPS ഓഫീസർ എന്ന നിലയിൽ കേരളത്തിലെ പല ജില്ലകളിലും അവർ സേവനമനുഷ്ഠിച്ചു. ചേർത്തലയിൽ ASP ആയി സർവീസിൽ തുടക്കം. പിന്നീട് ആലപ്പുഴ, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ പോലീസ് മേധാവിയായി. CBIയിൽ SP ആയും DIG ആയും 4 വർഷം പ്രവർത്തിച്ചു. റീഡ് ശ്രീലേഖ എന്ന വിളിപ്പേർ ഇവർക്ക് ലഭിക്കുന്നത് CBIയിലെത്തിയിരുന്നപ്പോൾ. തന്റെ സർവീസ് കാലത്ത് അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ, വിജിലൻസ്, ക്രൈംബ്രാഞ്ച്, ജയിൽ വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിങ്ങനെ നിർണായകമായ പല വകുപ്പുകളുടെയും മേധാവിയായി. 2017 DGP പദവിയിലെത്തിയ അവർ ആദ്യ വനിത എന്ന ഖ്യാതിയും സ്വന്തമാക്കി. മറുവശത്ത് സമരോജ്വല പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു VV രാജേഷിന്റെ കടന്നുവരവ് എന്നും തലസ്ഥാനത്തെ BJPയുടെ മുഖം. ABVP പ്രവർത്തകനായും നേതാവായും പിന്നീട് യുവമോർച്ചയുടെ സാരഥിയായും അതിനുശേഷം തിരുവനന്തപുരം ജില്ലാ BJP അധ്യക്ഷനായുമൊക്കെ VV രാജേഷ് തലസ്ഥാനത്ത് നിറഞ്ഞു നിന്നിരുന്നു. രാജേഷിന് ഇന്നും ഒരു സ്വപ്നമുണ്ടായിരുന്നു, നഗരസഭയുടെ ഭരണം. ഒരിക്കൽ BJP തിരുവനന്തപുരം നഗരസഭ സ്വന്തമാക്കുമെന്നൊക്കെ പലപ്പോഴും രാജേഷ് പറഞ്ഞിട്ടുണ്ട്. അതേ നഗരസഭയുടെ പിതാവായി രാജേഷ് എത്തുമ്പോൾ മറുവശത്ത് ശ്രീലേഖയുടെ കണ്ണീർ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.